പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെ തിരുമുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബങ്ങൾക്ക് അങ്ങ് നൽകിയിരിക്കുന്ന വലിയൊരു സമാധാനമുണ്ട്, ശക്തിയുണ്ട്, സ്വസ്ഥതയുണ്ട്. അത് നഷ്ടപ്പെട്ടു പോയ അനേക മക്കൾ കർത്താവെ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ശുശ്രൂഷയെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന മക്കള് അനേകായിരം കുടുംബങ്ങളെ, അനേക മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോയത് തിരികെ പിടിക്കാൻ അങ്ങയുടെ കൃപയ സ്വർഗത്തിന്റെ സഹായത്താൽ അതിസ്വാഭാവികമായ സ്വർഗീയ കൃപകളാൽ നിറച്ച് എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഒരിക്കൽ കൂടി കർത്താവെ, ഈ മക്കളെ ഇവിടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. നഷ്ടപ്പെട്ടു പോയതൊക്കെ ഇവരുടെ കുടുംബ ജീവിതത്തിന്, കുടുംബങ്ങൾക്ക് തിരിച്ചു നൽകി സമാധാനത്തില്, ആരോഗ്യത്തില്, സന്തോഷത്തില്, ദൈവകൃപയില് ഇവരെയും ഇവരുടെ കുടുംബങ്ങളെയും മക്കളെയും ജോലി, ബിസിനസ്, പഠനം, ആരോഗ്യം, സകല പ്രവൃത്തികളിലും ഈ മക്കളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. അതിനായിട്ട് കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിൽ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര പ്രവർത്തികളും നിറച്ച് ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരുക്കുടുംബത്തിന്റെ സജീവ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിലും ബന്ധങ്ങളിലും കൃപയായി നിറയപ്പെടാൻ വേണ്ടി നിങ്ങൾ ഈ ദിവസങ്ങളില് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് ഈശോ ദിവ്യകാരുണ്യനാഥൻ ഓർമ്മപ്പെടുന്നുണ്ട്. കാരണം വലിയൊരു മാതൃകയാണ് തിരുക്കുടുംബം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം വിവാഹ ജീവിതത്തിന്റെ ആ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ഒരു ശക്തിയും അത് തിരിച്ചു പിടിക്കണം. ഇന്ന് പല കുടുംബങ്ങളിലും ഭാര്യ ഭർത്തൃ ബന്ധത്തില് ദൈവം നൽകിയിട്ടുള്ള വലിയൊരു കരുത്തുണ്ട്. അതെന്താണ്? വിവാഹം എന്ന കൂദാശയിലൂടെ നൽകുന്ന കൃപകളിൽ കേന്ദ്രീകൃതമായ ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏക മനസ്സോടെ പരസ്പരം സ്നേഹിച്ച്, സഹിച്ച്, ക്ഷമിച്ച്, ചേർത്ത് പിടിച്ച്, പ്രാർത്ഥിച്ച്, പങ്കുവച്ച് ജീവിക്കുന്ന ഒരു അത്ഭുതകരമായ ജീവിതം. ഞാൻ ഓർക്കാണ് ചിലപ്പോഴൊക്കെ ശരിക്കും ഈ ജീവിതം ജീവിച്ചാൽ എന്തു പറയാം, എന്ത് പങ്കുവെക്കാം, ഒരു എന്താ പറയാ, മറയില്ലാതെ, ഒരു അകൽച്ചയില്ലാതെ ഇതുപോലെ സഹായിക്കാനും ഒരുമിച്ച് കോർത്ത് പിടിച്ച് ജീവിക്കാനും എല്ലാം പങ്കുവെക്കാനും എപ്പോഴും താങ്ങും തണലുമായിരിക്കാനും സാധിക്കുന്ന അത്ഭുതകരമായ ഒരു ജീവിതമാണ് ശരിക്കും പറഞ്ഞ ഈ വിവാഹ ജീവിതം. അതിന് ചൈതന്യമുണ്ട്. എന്നാല് ഇതൊന്നും അനുഭവിച്ച് ജീവിക്കുന്ന എത്ര പേരുണ്ട്? ഭാര്യ ഭർത്തൃ ബന്ധത്തില് ഒരു അകൽച്ച, ഭയങ്കര അകൽച്ച, സ്നേഹമില്ല, അംഗീകാരമില്ല, പരസ്പരം മനസ്സിലാക്കത്തില്ല, കുറ്റപ്പെടുത്തല്, വെറുത്തുപേക്ഷിക്കല്, എന്തെല്ലാം കാര്യങ്ങളാണ്. അതിനിടയ്ക്ക് ഡൈവേഴ്സ്, കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല, സ്നേഹമില്ല. ഇവിടെ മക്കളുടെ കാര്യം മനസ്സിലാക്കുക. മനുഷ്യ ജീവിതം അതിൽ തന്നെ പൂർണ്ണമൊന്നുമല്ല, അപൂർണതയുള്ള രണ്ടു പേരാണ് ഒരുമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കണം. എന്റെ ഭാര്യയ്ക്ക് കുറവുണ്ട്, എന്റെ ഭർത്താവിന് കുറവുണ്ട്, രണ്ടു പേർക്ക് കുറവുണ്ട്. ആ കുറവുകളെ പരിഹരിക്കാൻ പരസ്പരം സഹിച്ചും ക്ഷമിച്ചും പ്രോത്സാഹിപ്പിച്ചും പ്രേരിപ്പിച്ചും ഒത്തിരിയേറെ ചേർത്ത് പിടിച്ചും അതിലേറെ പ്രാർത്ഥിച്ചും കൃപകൾ കൊണ്ട് നിറച്ച് ഐക്യപ്പെട്ടു പോയാൽ എന്ത് സമാധാന സ്വസ്ഥതയായിരിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, എല്ലാവരും സ്വാർത്ഥതയാണ്. എന്റെ സുഖം, എന്റെ ഇഷ്ടം, എന്റെ താല്പര്യം, എന്റെ സന്തോഷം, എന്റെ ഈ ഒരു പിടുത്തം, ഇത് വിട്ടിട്ട് ഞങ്ങൾ ഒന്നാണ്, രണ്ടല്ല. അതല്ല വചനം പറയുന്നത്. ഇനിമേൽ നിങ്ങൾ രണ്ടല്ല, ഒറ്റ ശരീരമാണ്. എന്റെ ശരീരമാണ് എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, ഒറ്റ ശരീരമാണ്. അപ്പൊ എന്തുണ്ടാവും? നമ്മുടെ ശരീരത്തിൽ ഒരു വേദന വന്നാല് അത് എന്റെ വേദനയാണ്, അല്ലാണ്ട് എന്റെ കൈയുടെ വേദനയാണ്, അതില്ലല്ലോ. അതിനു വേണ്ടി നമ്മൾ എന്തു ചെയ്യും? അങ്ങനെ പരസ്പരം സ്നേഹിച്ചും, ഭാര്യയ്ക്കൊരു കുറവുണ്ട്, അതെന്റെ പ്രശ്നമാണ്, ഭർത്താവിനൊരു കുറവുണ്ട്, ഒരു ബലഹീനതയുണ്ട്, അതെന്റെ പ്രശ്നമാണ്. അത് എന്റെ പ്രശ്നമായിട്ട് രണ്ടുപേരും കാണാൻ തുടങ്ങുമ്പോ അവിടെ സൗഖ്യം തുടങ്ങി. അതിനുവേണ്ടി ഒരുമിച്ച് നിൽക്കും. പിന്നെ നമുക്ക് 100 വഴിയാ. പ്രാർത്ഥിച്ച്
സ്നേഹിച്ച് എന്തുണ്ടേലും അതെനിക്കറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും, കുറ്റപ്പെടുത്തില്ല. എന്റെ പ്രശ്നത്തിന് ഞാൻ ആരെ കുറ്റപ്പെടുത്തുവാ? എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊക്കെ ഒരു ജീവിതത്തിലേക്ക് വരണമെങ്കിൽ ഞാൻ പറയും ആ ദൈവത്തിന്റെ കൃപ അതുപോലെ വേണം. പിന്നെ അങ്ങനെ പോവാണെങ്കിൽ കണ്ടില്ലോ, നിങ്ങൾക്ക് എന്താ കുടുംബജീവിതത്തിൽ മഹനീയോ. അതുകൊണ്ട് തന്നെ വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്സോസ്കാർക്ക് ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വചനത്തിൽ ഒരു വലിയ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നറിയോ? സഹിക്കാനും ക്ഷമിക്കാനുമുള്ള വലിയ കൃപ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എനിക്കിത് ഇന്ന് വായിച്ചപ്പോൾ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. ഈശോയുടെ നാമത്തില് സഹിക്കാനും ക്ഷമിക്കാനുമുള്ള വലിയ കൃപ. കാരണം വേറെ ഒന്നുമല്ല, ഈ ലോകത്തില് കുടുംബജീവിതത്തിൽ ഏത് ജീവിതത്തിലും നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു വലിയ കൃപയാണ് സഹിക്കാനും ക്ഷമിക്കാനും വേണ്ട കൃപ. ഞാൻ പറഞ്ഞു, കുറവുള്ളവരാ നമ്മളൊക്കെ. ഇപ്പൊ സമൂഹ ജീവിതത്തില് കുടുംബജീവിതത്തിൽ കുറവുണ്ട്. അതുകൊണ്ട് ഈ കൃപ കിട്ടിയേ പറ്റൂ. സഹിക്കണം, ക്ഷമിക്കണം. ഇത് കിട്ടാത്തവർക്ക് ജീവിക്കാൻ പറ്റില്ല. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മളിത് മനസ്സിലാക്കിക്കൊണ്ട് വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹതാപവും ഒരു സ്നേഹവും ഒരു പരിഗണനയും ഒരു അംഗീകാരവും ഒരു ചേർത്ത് പിടിക്കലും കരങ്ങൾ ഉയർത്തിയുള്ള പ്രാർത്ഥനയും രണ്ടുപേർക്കും അറിയാം. അതുകൊണ്ട് ഒരുമിച്ച് പള്ളി പോകുക, കുടുംബ പ്രാർത്ഥനയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പരസ്പരം പങ്കുവെക്കുക. അങ്ങനെ എന്തും പങ്കുവച്ച് അത് പ്രാർത്ഥനയാക്കി മാറ്റി ഒരുമിച്ചിരിക്കാൻ പറ്റിയാൽ ആ ജീവിതം അതിൽ തന്നെ ഭയങ്കര ബലം. അതിൽ ലഭിക്കുന്ന, അതിൽ ജനിക്കുന്ന മക്കള് കൃപയുടെ മക്കളായിരിക്കും. അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ മക്കള്, സ്നേഹമുള്ള മക്കള്, പരിഗണനയുള്ള മക്കള്, സഹനശക്തിയുള്ള മക്കള്, ക്ഷമയുള്ള മക്കള്. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലോ നമ്മുടെ കുടുംബത്തിന്റെ യഥാർത്ഥമായ ചൈതന്യം കുടുംബജീവിതത്തിലും വിവാഹ ജീവിതത്തിലും മക്കളിലൊക്കെ അട്ടപ്പെട്ടു പോവാ. നമുക്ക് തിരിച്ചു പിടിക്കണം മക്കളെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഇത് നമ്മൾ ആഗ്രഹിച്ചാൽ നടക്കണ കാര്യമൊന്നുമില്ല. ഇതിന് ദൈവത്തിന്റെ കൃപ വേണം, സ്വർഗത്തിന്റെ സഹായം വേണം. കർത്താവ് ഞങ്ങളുടെ വിവാഹ ജീവിതങ്ങളെ, ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ കുറവുണ്ടെന്ന് മനസ്സിലാക്കി അത് അംഗീകരിച്ച് സഹതാപത്തോടെ ചേർത്ത് പിടിച്ച് സ്നേഹിച്ച് പരസ്പരം സഹായിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് പോകാനുള്ള വലിയൊരു അഭിഷേകം, ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് ഇന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മൾ ഈ ഡൈവോഴ്സ് ഭിന്നിച്ചു കഴിയുന്ന മക്കള്, ഞാൻ പറയണ മക്കള് നമ്മൾ ഈ ലോകത്തിന്റെ മക്കളല്ല. ഈ 1-ാം അധ്യായത്തിൽ കൊളോസ്സോസ്കാർ ലേഖനത്തിൽ 1-ാം അധ്യായത്തില് പൗലോസ് പറഞ്ഞിട്ടുണ്ട്, നമ്മള് ക്രിസ്തുവിനെ പ്രതി മരിച്ചവരാണ്. ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരല്ല, കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരാ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നൈമിഷികമായ കുറെ കാര്യങ്ങൾ നമുക്കുണ്ട്. രോഗമുണ്ട്, ശരീരമുള്ളതുകൊണ്ട്, നമ്മളെ മനുഷ്യരായതുകൊണ്ട് കുറവുണ്ട്, ലോകത്തിൽ കുറവുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് കണ്ട് നമ്മൾ ഞെട്ടരുത്. നമ്മൾ കൃപയുള്ള മക്കള്, വിളിക്കപ്പെട്ട മക്കള്, ദൈവം കൂടെയുള്ള മക്കള്. ഈ കുറവില് സഹിച്ചും ക്ഷമിച്ചും സ്നേഹിച്ചും പ്രാർത്ഥിച്ചും സ്വർഗത്തിന്റെ സഹായം ചോദിച്ചു വാങ്ങിച്ചും ഈ ബന്ധത്തെ ജീവിതത്തെ നമുക്ക് ഉറപ്പിക്കണം. ഈ തിരിച്ചു പിടിക്കണം. നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലൊക്കെ സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇത് കൃപയുടെ ജീവിതമാണ് മക്കളെ, കൃപയുടെ ജീവിതം. കൃപ എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നൽകപ്പെട്ട ദൈവിക ജീവന്റെ സമൃദ്ധിയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഇത് ദൈവരാജ്യമാണ്. ദൈവം വസിക്കുന്നു, ദൈവം ഭരിക്കുന്നു. നമ്മൾ മനുഷ്യർ ബലഹീനർ. ആ ദൈവത്തോട് ചേർന്ന് എളിമയോടെ സഹനങ്ങളും കുരിശുകളും ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന് കൂടെ നിൽക്കുന്നു. ആ ജീവിതം എത്രയോ മഹനീയമാണ്. അഭിഷേകത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വിവാഹ ജീവിതങ്ങളെ സ്നേഹത്തിലും ഐക്യത്തിലും വലിയ കരുണയിലും പ്രാർത്ഥനയിലും കൃപയിലും ഉറപ്പിക്കണമേ എന്ന് പറഞ്ഞ് യഥാർത്ഥമായ കുടുംബ വിവാഹ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ കർത്താവിന്റെ ശക്തി അറിയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളുടെ വിവാഹ ജീവിതങ്ങളെ, കുടുംബ ജീവിതങ്ങളെ, ദാമ്പത്യ ജീവിതത്തെ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയില് കൃപ നിറച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായിട്ട് ദൈവിക സാന്നിധ്യത്തിൽ സമയം പ്രാർത്ഥിക്കാം. വിശ്വ അനുഗ്രഹിക്കട്ടെ മക്കളെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേ തിരുസന്നിധിയിലേക്ക് ഈ മക്കളെ ഓരോരുത്തരുടെയും ഇവരുടെ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിലൂടെ കുടുംബജീവിതം ആരംഭിച്ചിരിക്കുന്ന എല്ലാ ദമ്പതിമാരെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഹനത്തിലും ക്ഷമയിലും സ്നേഹത്തിലും ഐക്യത്തിലും ഒരുമയോടെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ട
അത്ഭുതകരമായ ജീവിതമാണല്ലോ കർത്താവെ വിവാഹ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ ഉയർത്തപ്പെട്ട കുടുംബജീവിതം. കർത്താവെ അത് നഷ്ടപ്പെട്ട് ഇന്ന് ഭിന്നതയില് വേർപിരിഞ്ഞ് വഴക്കടിച്ച് കർത്താവെ കഴിയുന്ന അനേകം മക്കളുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങളെ സ്നേഹമില്ലാതെ, ഐക്യമില്ലാതെ, പരസ്പര ക്ഷമയില്ലാതെ കഴിയുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥമായ ജീവിതം അങ്ങ് പറഞ്ഞു, ഇനിമേൽ രണ്ടല്ല ഒറ്റ ശരീരമാണ്. കർത്താവെ അതിന്റെ അല്പം പോലും ഇല്ലാത്ത രീതിയിൽ വെറുത്തും ശപിച്ചും രാഗിയും അകന്നും ഭിന്നിച്ചു കഴിയുന്ന അനേക മക്കൾ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള ഭിന്നിച്ചു കഴിയുന്ന, അകന്ന് കഴിയുന്ന, ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെങ്കിലും ഒരുമാതിരി അഡ്ജസ്റ്റ് ചെയ്ത് യഥാർത്ഥമായ ഒന്നായ ജീവിതമില്ലാതെ ജീവിക്കുന്ന എല്ലാ മക്കളിലേക്കും കർത്താവെ അങ്ങയുടെ കൃപ വേണം, അങ്ങയുടെ ശക്തി വേണം. അതിനുവേണ്ടി ഇന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ നിന്ന് ആ സ്നേഹത്തിന്റെ ശക്തി, ഐക്യത്തിന്റെ ശക്തി, ജീവന്റെ ശക്തി ഈ മക്കളിലേക്കൊക്കെ പ്രവഹിപ്പിക്കട്ടെ. കർത്താവേ, രക്തസ്രാവം ബാധിച്ച സ്ത്രീയിലേക്ക് അങ്ങയിൽ നിന്ന് പ്രവഹിച്ച ആ വലിയ ശക്തി പോലെ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ സഹനത്തിലും ക്ഷമയിലും സ്നേഹത്തിലും ഐക്യപ്പെടുത്തുന്ന വലിയ കൃപയുടെ ശക്തി ഓരോ കുടുംബങ്ങളിലേക്കും ഓരോ വിവാഹ ജീവിതത്തിലേക്കും നിറയട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളുടെ മുറിവുണക്കണമേ. അങ്ങയുടെ മക്കൾക്ക് ഒത്തിരി പരാതികളുണ്ട്, സങ്കടങ്ങളുണ്ട്, പല പല ഒറ്റപ്പെടുത്തലുകള് ഒത്തിരി പറയാനുണ്ട് ഈശോയെ. അതെല്ലാം അങ്ങയുടെ തിരുരക്തത്താൽ കഴുകണമേ. അങ്ങയുടെ തിരുമുറിവിനാല് മുറിവുണക്കണമേ. വിവാഹ ജീവിതത്തില്, കുടുംബജീവിതത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോയ കുറവുകള്, പോരായ്മകള്, അതിലൂടെ ഉണ്ടായ മുറിവുകള്, വേദനകള്, പരാതികള്, പരിഭവങ്ങള്, സങ്കടങ്ങള് എല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് മുറിവുണക്കി സൗഖ്യം നൽകി കർത്താവ് വീണ്ടും ചേർത്ത് പിടിക്കണമേ. നഷ്ടപ്പെട്ടു പോയ കുടുംബജീവിതത്തിന്റെ, വിവാഹ ജീവിതത്തിന്റെ ഐക്യവും കർത്താവെ ആ സ്നേഹവും അങ്ങ് കൃപയാ നിറച്ച് അനുഗ്രഹിക്കണമേ. യോസേപ്പിതാവിന്റെയും പരിശുദ്ധ അമ്മയുടെയും മാതൃക ഞങ്ങൾ കാണുന്നു. എന്തിനും ഏതിനും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി താങ്ങായി, തണലായി, സംരക്ഷണമായി, പ്രോത്സാഹനമായി, അതിലേറെ പ്രാർത്ഥനയായി മുന്നോട്ട് പോയ യോസേപ്പിതാവിന്റെയും പരിശുദ്ധ അമ്മയുടെയും കുടുംബജീവിതത്തിന്റെ ആ വലിയ അഭിഷേകം കർത്താവ് ദിവ്യകാല സന്നദ്ധിയില് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരു കുടുംബത്തിൽ നിന്ന് ആ വലിയ ശക്തി അഭിഷേകം ഓരോ കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കട്ടെ. തിരു കുടുംബത്തിൽ നിന്ന് യോസേപ്പിതാവിലും പരിശുദ്ധ അമ്മയിലും നിറഞ്ഞ ആ വലിയ കൃപ, ഉണ്ണീശോയുടെ ആ വലിയ ജീവന്റെ സമൃദ്ധി എല്ലാ കുടുംബങ്ങളിലും, മക്കളിലും, പ്രത്യേകിച്ച് ദാമ്പത്യ വിവാഹ ജീവിതത്തിലും നിറയപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വലിയൊരു വീണ്ടെടുപ്പ്, തിരിച്ചു പിടിക്കല് കർത്താവ് വിവാഹ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ, കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. അതിനെ തടസ്സപ്പെടുത്തുന്ന പൈശാചിക ശക്തികളെ, അന്ധകാര ശക്തികളെ, വെറുപ്പിന്റെ ആത്മാവേ, ഭിന്നതയുടെ ആത്മാവേ, വേർപിരിക്കുന്ന ആത്മാക്കളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, നിർവീര്യമാക്കി കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് നിറയട്ടെ, സ്നേഹത്തിന്റെ ആത്മാവ് നിറയട്ടെ, ക്ഷമയുടെ ആത്മാവ് നിറയട്ടെ, സഹനശക്തിയുടെ ആത്മാവ് നിറയട്ടെ, സൗഖ്യത്തിന്റെ ആത്മാവ് നിറയട്ടെ, സ്നേഹത്തിന്റെ ആത്മാവ് നിറയട്ടെ, ഐക്യത്തിന്റെ ആത്മാവ് നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിവാഹ ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ. വലിയ പ്രാർത്ഥനയോടെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, വിവാഹ ജീവിതങ്ങള് വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടാനും, നഷ്ടപ്പെട്ടു പോയത് തിരികെ പിടിക്കാനും, വീണ്ടും തിരിച്ചു പിടിക്കാനും കർത്താവിന്റെ വലിയ ശക്തി പ്രകടമാകട്ടെ. അതിനെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ ദിവ്യാനുസരണത്തിലേക്ക്, ഈ വിവാഹ ജീവിതങ്ങളെ പ്രത്യേകിച്ചും സമർപ്പിച്ചുകൊണ്ട് ആശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യകടാക്ഷം തൂകണമേ
വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ, വലിയ വരങ്ങൾ ചൊരിഞ്ഞ് കൃപകൾ നിറച്ച് ഞങ്ങളുടെ വിവാഹ കുടുംബ ജീവിതങ്ങളെ വീണ്ടും തിരിച്ചു പിടിക്കണമേ. അങ്ങയുടെ കൃപയിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ ഇതിനായിട്ട് ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.